ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ ചോദിച്ചാൽ നമ്മുടെ മാക്കിൻ്റെ ഹക്കീക്കത്ത് സെറിമണിയാണ് നാളെ. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടിയും കാണിക്കാം. ഒരു ചിന്ന ഷോപ്പിംഗ്, ഇപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ കുട്ടിയുടെ ഗ്രാൻഡ് മാർക്ക് നമ്മൾ നാൽപ്പീം പറത്താന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതെടുക്കാൻ വേണ്ടി പോയി. നമ്മൾ അടിപൊളി കുറച്ച് കളക്ഷൻസൊക്കെ നോക്കിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2-3 കണ്ടു വെച്ചിൽ ഒന്ന് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. സോ നമ്മൾ ഫിക്സ് ചെയ്തത് ഈ ഒരു കളറാണ്. ഈ ഒരു കളർ നമ്മൾ മനത് കണ്ടിട്ടില്ല. സോ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി നമ്മൾ മറ്റുള്ളവർക്ക് എടുക്കാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പാക്ക് അസ്കറിന് എല്ലാവർക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഷർട്ടായിട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പട്ടിഷ ഇടാമെന്ന് വിചാരിച്ചു. മിറർ കണ്ടാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റെക്കായി നിൽക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ബില്ലിങ്ങിലേക്ക് എത്തി. ഇനി നമുക്ക് ബേബിക്ക് കുറച്ച് ഐറ്റംസ് എടുക്കണം. അത് നമ്മൾ ബേബി ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത്. സോ നമ്മൾ ഓരോ കളേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേബീസിൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ്, കളക്ട് ചെയ്യാനും വാങ്ങാനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അങ്ങനെ കുട്ടിക്ക് നമ്മൾ 2-3 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്യാൻ സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോൾ വാപ്പ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് കണ്ട് കുട്ടിയുടെ ഡ്രസ്സും പിടിച്ചിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, പാവം ക്ഷീണം കൊണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഫൈനൽ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനം അവിടെ നിന്ന് പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല, ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. അത് നമ്മൾ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയേക്ക് നേരെ വിട്ടു ടീക്ക് നമുക്ക് ഓരോ ഷവർമ കഴിക്കാം. അത് കഴിക്കാനുള്ളൊരു സ്പേസുള്ള നമ്മളെ വയറ്റിലുണ്ടായിരുന്നത്. സോ നമുക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ദീനിയായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്. നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊരു വിശപ്പ് അതടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എല്ലാവരും ഷവർമയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളെ ഫൈനലി നമ്മളെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കത് കഴിക്കാം. നമ്മൾ റൊമാലി ക്ലാസിക് ഷവർമ പറഞ്ഞിട്ടുള്ളത്. ടിയാൻറ്റിത്തെ ഷവർമനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ പോയത് മണ്ണാർക്കാട് കവിതയിലേക്കാണ്. കുട്ടിക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഗോൾഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാല, അതേപോലെ ഹിപ്പ് ചെയിന്, അതുപോലെ തന്നെ ബാംഗിൾസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നോക്കുന്നത്. സോ നമ്മൾ നോക്കി തുടങ്ങിയിട്ടുള്ളൂ. ചെന്നേക്ക് നമുക്ക് ചായയൊക്കെ തന്നു വരും. നല്ല മനസ്സുള്ള ജ്വല്ലറി പോയതാണ്. നമുക്ക് ചായക്ക് ചായയും ജ്യൂസിന് ജ്യൂസൊക്കെ കിട്ടും. അങ്ങനെ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇത് രണ്ടുമാണ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജ്വല്ലറിയിൽ എന്തോ കല്ലുണ്ട്, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അത് റിമൂവ് ചെയ്ത് തരിക. സോ നമ്മളെയും കൂടിയും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അസ്കറുമാണ് നോക്കാൻ പോണത്. സോ അസ്കറിന് പെരും ജാട, എന്തോ കോമഡി പറഞ്ഞിട്ടുണ്ട്. എന്താ കോമഡി നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് അവർ ചെയ്യുന്നത്. നമ്മളൊരു ബാംഗിൾസാണ് കൊടുത്തത്. ഐ തിങ്ക് ബ്രേസ്ലെറ്റോ ബാംഗിൾസോ ഏതോ ഒന്നാണ് കൊടുത്തത്. അപ്പോൾ അതുമത്തെ കല്ല് റിമൂവ് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ബില്ല് പിടിച്ചിരിക്കുന്നുണ്ട് അമ്മ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി ബില്ലും കാര്യങ്ങളൊക്കെ റെഡി ആവാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തത്. സോ ഫൈനലി നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ബില്ലൊക്കെ അടച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. നമ്മൾ വീട്ടിലേക്കല്ല, നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്രാഫ്റ്റ് കടയിലേക്കാണ്. അവിടെ ചില്ലറ പരിപാടികളുണ്ട്. സോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിന്ന് അത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ. അതിൻ്റെ താഴെ അച്ചായൻസ് ഉണ്ട്. സോ നമുക്ക് അച്ചായൻസിൽ പോയി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ വിട്ട് ബിരിയാണി കഴിക്കാൻ. ഇതാ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അസ്കർ എന്തോ അതിൻ്റെ ഇടയിൽ കോമഡി പറഞ്ഞിട്ടുണ്ട്, അതിനാണ് ആ ചിരി കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഫൈനലി ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ വായിൻ്റെ ഇലയിലാണ് ബിരിയാണി ഓടുന്നത്. ബിരിയാണി എന്നല്ല, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും വായിൻ്റെ ഇലയിലാണ്. സോ അത്യാവശ്യം വൃത്തി ഉണ്ടാവും. അപ്പോൾ ബിരിയാണിനെ പറ്റി പറയാനാണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ എല്ലാവർക്കും കോസ്റ്റ്യൂം എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഉമ്മാക്കുള്ളതാണ്. സോ ഇമ്മാക്ക് നോക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് സാമിയിലേക്കാണ് ഗൈസ്. അങ്ങനെ അമ്മാക്കും ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഫൈനലി ഞങ്ങൾ ബില്ലാക്കി. അപ്പോൾ തന്നെ അസ്കറിൻ്റെ ഏതൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഉമ്മ ഭയങ്കര ഉറക്കമാണ് ഗൈസ്. ഉമ്മക്ക് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഉമ്മാനെ വെറുപ്പിക്കണമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാനും ഉമ്മാനെ കുറച്ച് നേരം വെറുപ്പിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ അസ്കർ വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ പോയി ക്രാഫ്റ്റ് ഷോപ്പിലേക്ക്. നമ്മൾ പറഞ്ഞ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല, അത് റെഡി ആവാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമുക്ക് എന്ത് ചെയ്തു, സാധനം കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ സാധനം വാങ്ങാൻ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് മൊമ്മ ബഗ്ഗി. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പുതിയൊരു സംരംഭമാണ്. സോ ഞങ്ങളെല്ലാവരും വിളിച്ചിരുന്നു. സോ നമ്മൾ അവിടെ പോയി ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഓളെ സന്തോഷത്തിൽ നമ്മൾ ഏർപ്പെട്ടു.
അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മോമോസാണ്. അങ്ങനെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മോമോസും കഴിച്ച് നമ്മൾ വീണ്ടും പോയി ജ്വല്ലറിയിൽ ഇമ്മാക്ക് എന്തോ മനസ്സിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആലന്നല്ലൂർ സഫ ജ്വല്ലറിക്കാണ് പോയിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എൻറ്റർ ചെയ്തു. നമ്മൾ കുറച്ച് മാലയും അതുപോലെ തന്നെ വള ബാങ്കിൾസ് ടൈപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നോക്കി. 2 ഐറ്റം കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അസ്കറിന് ഏതാ പറ്റിയെന്നൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാ പറ്റിയതെന്നൊക്കെ. ഉമ്മാക്ക് ഭയങ്കര കൺഫ്യൂഷൻ, കുറേ ഐറ്റംസ് കണ്ടിട്ട്. ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് നമ്മൾ കുറേ തൂങ്ങിയിരുന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഫിക്സ് ചെയ്തു. മാലയും അതുപോലെ തന്നെ വള അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കി വെച്ച് നമ്മൾ കാൽക്കുലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ബില്ലിങ്ങിൻ്റെ സമയത്ത് അവരെന്തോ അവിടെ ഒരു കുറി പോലത്തെ ഒരു സംഭവമുണ്ട്, കൂടിയാൽ അടുത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് വീഴ്ത്തി. അതാണല്ലോ അല്ലേ കഴിവ്. അങ്ങനെ ഞങ്ങളതിൽ വീണ് പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മാക്കിൻ്റെ പേരിൽ ഒരു കുറിയൊക്കെ തുടങ്ങി. ഓൻ്റെ ആദ്യത്തെ ഇതാണ്. അപ്പോൾ ഇതാണ് സ്വർണ്ണങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ നാഫിയാൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും അതേപോലെ കാർഡിൽ ക്ലിപ്പ് ചെയ്യാനുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ സന്തോഷ് പാക്കിൽ വന്നതാണ്. സോ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്തു, സ്വീറ്റ്സും കാര്യങ്ങളും വാങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഡോണറ്റ് വാങ്ങി ഗൈസ്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ പാക്കിങ്ങൊക്കെ ചെയ്ത് നാഫിയാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടുത്തെ ചോക്ലേറ്റ് ഡോണറ്റ് പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളതാണ്. സന്തോഷ് ബേക്കത്തെ ബേക്കിംഗ് ഐറ്റംസൊക്കെ അടിപൊളിയാണ്. സോ അതും കഴിച്ച് ഞങ്ങൾ നേരെ നാഫിയാൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു ഹക്കീക്കത്ത് സെറിമണിയുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരും. ബൈ, അസ്സലാമു അലൈക്കും.